ഹായ് മക്കളമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. രാവിലെ നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ടേ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ എൻ്റെ കാപ്പി എന്താണെന്നറിയാം? കുഴക്കട്ട, തിരുവനന്തപുരം സ്റ്റൈലിലുള്ള കുഴക്കട്ട. ഞാൻ തേങ്ങ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് പുട്ടിൻ്റെ പൊടി മതി. പുട്ടിൻ്റെ അല്ല ഇടിയപ്പത്തിനൊക്കെ ഏതാണെങ്കിലും കുഴപ്പമില്ല. പുട്ടിൻ്റെ ആണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എടുത്തിട്ട് അത് പുട്ടിന് നനയ്ക്കുന്നതിന് കണക്ക് നനയ്ക്കും. അതിനേക്കാൾ ഒരു സ്വല്പം കൂടെ നനച്ചതിന് ശേഷം കണ്ട ഞാൻ ഇതൊക്കെ ഉരുട്ടിയതിന് ശേഷം രാവിലെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചെടുത്തത്. കണ്ട പുട്ടിന് കുഴച്ചിട്ട് അത് ഞാൻ ഇതേവണ്ണം കുറച്ചെടുത്ത് ഉരുട്ടി വെച്ചു. ബാക്കി ഇരിക്കുന്നു കണ്ട. അതിനകത്തോട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉരുട്ടിയതല്ലേ, അതിനെ കഴുകി അതിൻ്റെ ഇതും കൂടെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് തേങ്ങ ചേർക്കുവേ. തേങ്ങ എന്ന് പറയുന്നത് മിക്സിയിൽ ഞാൻ അടിക്കും. തേങ്ങ തിരികിയിട്ട് മിക്സിയിൽ അടിച്ച് തേങ്ങാപ്പാൽ എടുക്കും. തേങ്ങാപ്പാൽ അടപ്പിൽ ഒരു സ്വല്പം ഉപ്പ് ഒഴിച്ച് ഇച്ചിരി വെള്ളമായിട്ട് വെച്ചാൽ മതി. കാരണം ഇത് നമുക്ക് ഈ കുഴക്കട്ട ഉരുട്ടി വെച്ചിട്ടില്ലേ, അത് പറക്കി ഇതിനകത്ത് ഇടേണ്ടതാണ്. ഇതിനകത്ത് ഈ തേങ്ങാപ്പാലിൽ ഉപ്പ് ഒഴിച്ചാണ് വെക്കേണ്ടത്. അത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്കത് പറക്കി കൊടുക്കണം. തേങ്ങ എത്രയുണ്ടോ അത്രയും നല്ലതാണ് കേട്ടോ. രാവിലെ ഈ കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പ്ലാത്തങ്കര പള്ളിയിലെ പെരുന്നാളാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തായിട്ടാണ് മൈക്ക് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൗണ്ട് കൂടെ ഇതിന്റെ കൂടെ കയറി വരുന്നുണ്ട്. അപ്പം എന്താ നമ്മുടെ കുഴക്കട്ട നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട് കണ്ട. ഇത് ഞാൻ തേങ്ങാപ്പാലിൽ ഉപ്പൊഴിച്ച് വെച്ചതാണേ. ഇതിനകത്തോട്ട് പറക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് തിളച്ചെടുക്കുന്ന ആയതുകൊണ്ടേ കയ്യിൽ തെറിക്കാതെ ശ്രദ്ധിക്കണേ. കുറച്ചും കൂടെ ചെറിയ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിന് നമുക്ക് വേറെ കറിയൊന്നും വേണം. ഇതിനകത്ത് കുറച്ച് ജീരകം പൊടിച്ചത് ഞാൻ ഇടും. വറുത്ത് പൊടിച്ചതാണേ. ഈ പൊടിക്കകത്തിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചാണ് ഇളക്കുന്നത്. ഈ പറക്കിയിടങ്ങുന്ന ഉണ്ടയില്ലേ, ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന അരി, അത് ഇതിൽ മുങ്ങിക്കിടക്കണം. പിന്നെ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. തിളച്ചുമ്പോൾ അടച്ചു വെക്കണം ചെറിയ തീയിലെ. ഇനി ഇത് ചെറിയ തീയിൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇവിടെ ഞാൻ ഇതിട്ടിരുന്ന ഇവിടെ ഇത് കുലുക്കി വെക്കട്ടെ. അപ്പൊ എല്ലായിടും ആവുമല്ലോ. ഓക്കെ, ഇനി ഇതിനെ ഞാൻ അടച്ചു വെക്കുവാണേ. കണ്ടത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇത് തിളച്ചു പോകരുത്. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കണം. അതിൽ കിടന്ന് എന്താ മതി. തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം. കാരണം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ തിളച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് ഇല്ല. അപ്പം തിളച്ചു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെക്കാൻ പറ്റുന്നത്. അപ്പൊ വേവട്ടെ. ഞാനേ അടുപ്പ് രാവിലെ കത്തിച്ചതാണ്. ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്തായെന്ന്. ഇത് കണ്ടോ ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടയിലൊക്കെ ഫ്രൂട്ട് പിടിച്ചോ? ഇതുകൊണ്ട് വയ്ക്കുന്നത് കണ്ട. ഇത് ഇങ്ങനെ കിണറിന്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ പടന്ന് കിടക്കുമായിരുന്നേ. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ പ്രാവശ്യം മഴ വന്നപ്പോഴത്തേനെ ഇതന്നെ കുറേ അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോഴത്തേന് ഇതിനകത്ത് ഇത് വരാൻ തുടങ്ങി. അങ്ങ് ഇങ്ങൊക്കെ നിപ്പുണ്ട്. അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ അടുപ്പ് കത്തിക്കുമെന്ന്. രാവിലെ മോളെ എണീറ്റ് വന്ന ഉടനെ എവിടെങ്കിലും ഇന്ന് രാവിലെ സർക്കിട്ട് ഉണ്ട് മമ്മിതാ ചോദിച്ചത്. എന്നാലും ഞാൻ എൻ്റെ ഇതിലൊക്കെ പോവന്നു കേട്ടോ. ഇത് കണ്ടോ കൊല കൊലയായിട്ട് വന്നേക്കുന്നുണ്ടോ? പന്നലായി പോയത്. വെള്ളം വീണപ്പോഴത്തേനും ആയിരിക്കും. ഇത് കണ്ടോ മക്കളെ എൻ്റെ ചെടി? ഇത് പൂത്തത് കണ്ട. മമ്മി ഇവിടെ കിണറിന്റെ അവിടെയാണ് ഇത് ഇട്ടിരുന്നത്. കണ്ടോ? ഇതിപ്പോ മമ്മി ഇങ്ങനെ ഫ്രണ്ട് എടുത്തോണ്ട് ഹാങ് ചെയ്ത് തൊണ്ടിനകത്ത് ഇതാക്കിയത്. നല്ല ഭംഗിയില്ല ഇത്? ഈ ചെടി എങ്ങനെയുണ്ട്? നല്ല ഭംഗി. ഞാൻ തൊണ്ടിട്ടിരുന്ന എല്ലാം ഇങ്ങോട്ട് തൊണ്ടിട്ടു ഫ്രണ്ടില്. ഇതുണ്ട്. ഇതൊക്കെ കണ്ട. ഇതുണ്ട വിളിക്കാൻ തുടങ്ങി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടിയപ്പല്ലല്ലേ കുഴക്കട്ടെ എന്തായെന്ന് നോക്കട്ടെ. കണ്ട മക്കളെ? ഇത് കണ്ട. ഇത് അന്ന് നമ്മൾ നട്ടില്ലേ, ഇതിനകത്ത് നിറച്ച് ഇത് പിടിച്ചേക്കുന്നുണ്ട. പിന്നെ തോരൻ വെക്കാതെ ഇതിനകത്ത് 4-5 പറിക്കണം. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഉണ്ട്. കണ്ടോ?
അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. കണ്ടോ, ഇതിനെ ഇളക്കി വെച്ച് കൊടുക്കാം. അടിയിലെ വെള്ളം എല്ലാം വറ്റി എല്ലാം വെന്ത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലൊരു കഷ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇതിപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. തീ കുറഞ്ഞിരുന്നതിന്റെ വെള്ളം വറ്റിയതല്ലേ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ബാലൻസ് കുറച്ച് മാവ് മാറ്റി വെച്ചതില്ലേ, അതിനകത്ത് വെച്ചിട്ട് എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൈ ഇത് കുഴച്ചപ്പോഴത്തേനും അതിനകത്ത് മാവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കൈ കഴുകി അതിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നതാണ്. ഇതിനകത്ത് ഇച്ചിരിയുടെ വെള്ളം ചേർക്കാം, കാരണം ഇതിന് അരി കുറുകുമ്പോഴത്തേനും ഭയങ്കര കട്ടിയായിരിക്കും. ഈ അരിമാവ് വേവ്യം വേണമല്ലോ. വെള്ളം ഞാൻ ഇച്ചിരി പിടിക്കട്ടെ. കണ്ട, ഇതിന്റെ പകുതി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഉപ്പുണ്ടോ നോക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് കുറവാണ്. ഈ വെള്ളം ചേർത്തപ്പോഴത്തേനെ ഇതിന് ഉപ്പ് കുറയും. അപ്പം ഇതിനകത്ത് സ്വല്പം ഉപ്പും കൂടെ ഇട്ട്, കാരണം നമ്മൾ വായിലോട്ട് എടുത്ത് നമ്മൾ അതിൻ്റെ ഒരു തുള്ളി കലക്കിയതിന് ശേഷം എടുത്ത് വായിലോട്ട് വെക്കുമ്പം ഇച്ചിരി ഉപ്പ് മുന്നിട്ടേക്കണം. ഒരുപാട് നിൽക്കരുത്, ഒരു സ്വല്പം ഉപ്പ്, അതാണ് പാകം അതിൻ്റെ. കാരണം ഈ അരിമാവിൽ ഇത് പിടിക്കും. നല്ല പാകം, ഇതാണ് പാകം. ഇതിപ്പം വെന്തിരിക്കുമല്ലേ. ഇതിനകത്തോട്ട് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് ഈ അരിമാവ് ഇതിനകത്ത് ഈ നമ്മൾ ആദ്യം വെച്ചിരുന്നില്ലേ, ആ കഷ്ണത്തിലും ഉരുട്ടിയിട്ടിരുന്ന അതിലെല്ലാം അതൊന്ന് പിടിക്കും. ഇനി കൈ വിടാതെ തീ ഇച്ചിരി സ്വല്പം, ഒരുപാട് കൂട്ടരുത്, സ്വല്പം കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുറുകിയാൽ പോരാ, നല്ല ഇതായിട്ട് കുറുകണം. ഇത് കുറുകി നല്ല ടേസ്റ്റാട്ടോ. കൈ തെറിക്കാതെ ശ്രദ്ധിക്കണേ. ഇച്ചിരി വിടാം. ഇത്ര ആയാൽ മതി. കണ്ടോ കണ്ടോ, ഇത് മതി. ഇനി തണുക്കുമ്പോൾ കുറേ കൂടി ഇത് കട്ടിയാവും. അപ്പൊ ഇതാണ് തിരുവനന്തപുരംകാരുടെ കുഴക്കട്ട. ഞാനും തിരുവനന്തപുരംകാരി കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ഇതാണ് എൻ്റെ കുഴക്കട്ട. ഓക്കെ, എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിട്ടോ. ഞാനും തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഈ കുഴക്കട്ട കഴിച്ചു പഠിച്ചു. ആദ്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ മാവ് ഉരുട്ടിയിട്ട് അതിനകത്ത് ശർക്കരയും തേങ്ങയും കൂടെ ഒക്കെ വെച്ചല്ലേ കുഴക്കട്ട ഉണ്ടാക്കുന്നത്. ഇത് പക്ഷേ സൂപ്പറാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ കിടന്നല്ലേ ഇത് വേവുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേ. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ. മക്കളമാരെ നമുക്ക് കാപ്പി എടുത്താലോ. കണ്ട, തണുത്തപ്പോഴത്തേന് കണ്ട നല്ല കട്ടിയാവും ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇടട്ടെ. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് കാണണ്ടേ. കുഴക്കട്ട, പിന്നെന്തോന്നിത്, മുട്ട, പഴം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചു നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. തേങ്ങാപ്പാൽ കിടന്ന് അതായത് സൂപ്പർ ടേസ്റ്റ്. അപ്പം എല്ലാവരും വെച്ച് നോക്കണേ. എല്ലാവർക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.